ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിൽ ആശ്രയിച്ച് ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ സമാപന ഭാഗങ്ങളിലേക്ക് നാം കടക്കുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 30-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നാം ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും 2-ാം അധ്യായത്തിൽ നാം ഇനി ചിന്തിക്കുന്നത് ഏലി പുരോഹിതൻ്റെ കുറവായിട്ട്, പാപമായിട്ട് സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തിയ വിഷയം എന്താണ് എന്നുള്ളതാണ്. അതിന് ആധാരമായി ഞാൻ തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്യം അങ്ങേ വായിച്ചു കേൾപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ടല്ലേ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിൻ്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇവിടെ ഏലിയുടെ പാപത്തെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ്? തൻ്റെ പുത്രന്മാരെ ദൈവത്തേക്കാൾ കൂടുതൽ ബഹുമാനിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, വാസ്തവത്തിൽ ഏലി ദൈവത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഏലിയുടെ ജീവിതത്തിൻ്റെ അകൃത്യത്തെ ദൈവം പരിശോധിക്കുമ്പോൾ അത് വ്യത്യസ്തമായ നിലയിലാണ് പ്രകാശിപ്പിക്കപ്പെടുന്നത്, രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അത് പറയാനുള്ള കാരണം എന്താ? തൻ്റെ പുത്രന്മാരുടെ പാപത്തെ കണ്ടിട്ടും അതിനെ അവരെ ശാസിച്ചിട്ടുണ്ട്, അവരത് കൂട്ടാക്കിയില്ല എന്ന് വായിക്കുന്നു. എന്നാൽ ഒരു വ്യക്തമായ നിലപാട്, ആ മക്കൾ ചെയ്ത കാര്യത്തിന് കണിശമായും താൻ എടുക്കേണ്ടിയിരുന്ന ചില നിർബന്ധപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ താൻ എടുക്കാതെ തൻ്റെ മക്കളെ കൂടുതൽ സ്നേഹിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെ കണ്ട ദൈവത്തേക്കാൾ കൂടുതൽ തൻ്റെ പുത്രന്മാരെ ബഹുമാനിച്ചു എന്നുള്ളതാണ്. അവർ ചെയ്ത പാപത്തെക്കുറിച്ച് ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എപ്പോഴും ഓർക്കേണ്ടുന്ന ഭയാനകമായ ഒരു വിഷയമായിട്ട് ഇതിരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന തെറ്റുകളെ നാം ദൈവസന്നിധിയിൽ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് ശരിയായ നിലപാട് നാം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ അത് കർത്താവ് എത്ര ഗൗരവമായി കാണുന്നു എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞിട്ട് കേൾക്കാതെ വരുമ്പോൾ ദൈവം അത് ഏറ്റെടുത്തുകൊള്ളും. പക്ഷെ ഹൃദയം കൊണ്ട് ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ അനുകൂലിക്കുന്ന നിലപാട് ഉണ്ടാകരുത്. ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടങ്ങളിലും സ്വന്തക്കാരോ ബന്ധുക്കാരോ പ്രിയപ്പെട്ടവരോ ആയിട്ടുള്ളവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ ലഘുവായ ചിന്ത അല്ലെങ്കിൽ ലഘുവായ തീരുമാനം, ആ ഭയാനകമായിട്ടുള്ള പാപങ്ങളെ ലഘൂകരിച്ച് കാണിക്കുന്ന സ്വഭാവം അത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിനെ നിസാരമായിട്ടല്ല കാണുന്നത്, മറിച്ച് ദൈവത്തേക്കാൾ കൂടുതൽ നാം ആരുടെ പാപത്തിന് കൂട്ടുനിന്നുവോ അവരെ ബഹുമാനിച്ചുവെന്ന തരത്തിലാണ് ഈ തിരുവെഴുത്തിൻ്റെ ആധികാരികതയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക.
ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രധാന വിഷയങ്ങൾ അവിടെ കാണുന്നു. തൻ്റെ പുത്രന്മാരുടെ പാപമായിട്ട് തിരുനിവാസത്തിൽ അർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ യാഗവും വഴിപാടും അവർ ചവിട്ടിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് നാം 2-ാം അധ്യായത്തിൽ കണ്ടിട്ടുള്ള വിഷയമാണല്ലോ. അവിടെ അതാ ദൈവത്തിൻ്റെ വഴിപാടിനെ നിന്ദിച്ചുകൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗം തൻ്റെ ദാസന്മാരെ കൊണ്ട് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുപ്പിച്ച് അവർ ആഹരിക്കുന്ന ചരിത്രമാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുക. അതിനെ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി, തിരുനിവാസത്തിൽ അർപ്പിക്കുവാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് ഉച്ചരിക്കുവാൻ ഭയം എനിക്കുണ്ട്. ദൈവസന്നിധിയിൽ എത്രമാത്രം തെറ്റാണ് അവർ ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. ആത്മീയ വിഷയത്തിൽ വാശിയും വൈരാഗ്യവും പാടില്ല. ആത്മീയ വിഷയത്തിൽ സ്വയമായ തീരുമാനങ്ങൾ പാടില്ല. ആത്മീയ വിഷയത്തിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാൻ ഞാനെന്ന ഭാവം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ദൈവം ഒരിക്കലും അംഗീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതിനെ ദൈവം വളരെ ദാരുണമായ പാപമായിട്ട് കാണുകയാണ്. തന്നെയുമല്ല, 29-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിച്ചു. ആ പുത്രന്മാർ അവർ തങ്ങളെ തന്നെ കൊഴുപ്പിക്കുന്നവരായി തീർന്നു. അവരെക്കുറിച്ച് ദൈവം അങ്ങനെയല്ല ആഗ്രഹിച്ചത്. ദൈവം കൊടുത്ത കൽപ്പനകളും അങ്ങനെയല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അർഹതപ്പെട്ടത് എന്തെങ്കിലും നമ്മുടെ കൈവശം വന്നു ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെന്തുമാകട്ടെ, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകേണ്ടിടത്ത് സ്വയത്തിൻ്റെ ഉയർച്ച, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ, ഏത് വിഷയവുമാകട്ടെ, അത് ദൈവത്തിനുള്ളത് നാം എടുക്കുന്നുവെങ്കിൽ അത് നമ്മളെ തന്നെ കൊഴുപ്പിക്കുന്നതായിട്ട് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ഏലിയെ സംബന്ധിച്ച് പറയുന്നു, ഈ പാപങ്ങൾ നീ കണ്ടു, നീ അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവർ നിന്നെ കൂട്ടാക്കിയില്ല, പക്ഷേ അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്തുവാൻ നിനക്ക് കഴിഞ്ഞില്ല. തന്നെയുമല്ല, നിനക്കെടുക്കാമായിരുന്ന പല കാര്യങ്ങൾ നീ ചെയ്യാതെ നീ മൗനം പാലിച്ചു. അല്ലയോ ഏലിയെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നീ എന്നെ നിൻ്റെ പുത്രന്മാരുടെ അത്രയും ബഹുമാനിച്ചില്ല, അഥവാ നിൻ്റെ പുത്രന്മാരെ എന്നേക്കാൾ കൂടുതലായി നീ ബഹുമാനിച്ചുവെന്ന് ദൈവം ഏലിയുടെ പാപമായിട്ട് രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നു. തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഭയാനകമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം തെറ്റിന് കൂട്ടുനിൽക്കുകയില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. നിശ്ചയമായിട്ടും ദൈവസന്നിധിയിലുള്ള പാപങ്ങൾക്ക് ദൈവം അവിടുത്തേതായിട്ടുള്ള ന്യായത്തീർപ്പുണ്ടാക്കുന്ന ദൈവമാണ്. ഇവിടെ ദൈവത്തിൻ്റെ പുരോഹിതനായ ഏലിയുടെ പാപം ദൈവം രേഖപ്പെടുത്തുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, അങ്ങയുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ രേഖപ്പെടുത്തുവാനിടയാകരുത്. താങ്കളുടെ ജീവിതത്തിൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ലോകത്തിൽ ഏറ്റവും വലിയ പാപങ്ങളിലൊന്നെന്ന് പറയുന്നത്, എല്ലാവരോടുമായി പറയട്ടെ, ദൈവമയച്ച ഏകജാതനായ പുത്രനെ വേണ്ട എന്ന് പറയലാണ്. കാൽവറിയുടെ ക്രൂശിൽ ചൊരിയപ്പെട്ട ദൈവപുത്രൻ്റെ പരിപാവനമായ രക്തത്തെ തള്ളിക്കളയലാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെ കരഗതമാക്കാതെ നിസാരവൽക്കരിക്കുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ പാപമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ ന്യായവിധി വരുന്നുണ്ട്, ഒരു നിത്യ നരകം വരുന്നുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവസന്നിധിയിൽ പാപങ്ങളേറ്റു പറഞ്ഞ് യേശു കർത്താവിനോട് ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ അങ്ങേക്ക് സാധിക്കണം. അതിനായിട്ടും ദൈവം തമ്പുരാൻ ഈ വാക്കുകൾ മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.